നമസ്കാരം. കീം പുതുക്കിയ ഫലം പുറത്ത്. പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പും അതിലെ തുടർ നടപടികളും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത് ഇതാദ്യമായല്ല. ഹൈക്കോടതി കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത് അധികൃതർക്കുള്ളൊരു പാഠമാണ്. പുതിയ തലമുറയ്ക്ക് ഭാവിയിലേക്കുള്ള വാതിലുകളാണ് എല്ലാ നിർണായക പ്രവേശന പരീക്ഷകളും. അവ സുതാര്യവും നീതിയുക്തമായി നടത്താനുള്ള ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. ഇപ്പോഴത്തെ വിധിക്കെതിരെ അപ്പീൽ നൽകി നിയമയുദ്ധത്തിന് മുതിരാത്ത വിവേകപൂർവ്വമുള്ള സർക്കാർ നടപടിയും സ്വാഗതാർഹം. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കീമിന്റെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റം. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിലെ 21 കുട്ടികൾ മാത്രം. പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന്. കേരള സർവകലാശാലയിൽ പോരു തുടരുന്നു. VC-യെ വെല്ലുവിളിച്ച് ഓഫീസിലെത്തി രജിസ്ട്രാർ. എതിർപ്പ് മറികടന്ന് രജിസ്ട്രാർക്ക് ഈ ഫയലുകൾ കൈമാറി സിൻഡിക്കേറ്റ്. ഇന്നും പ്രതിഷേധം. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ മാർച്ചുകളിൽ സംഘർഷം. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമെന്നും സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതയെന്നും വിമർശനം. കടുത്ത വിയോജിപ്പുമായി സംസ്ഥാന നേതാക്കൾ. അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് VD സതീശൻ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മകന് ദേവസ്വം ബോർഡിൽ സ്ഥിര ജോലി നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. MSC കപ്പൽ അപകടത്തിൽ സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ. 9,531 കോടി രൂപ ഭീമമായ തുകയെന്ന് കമ്പനി. വിഴിഞ്ഞത്ത് തടഞ്ഞുവെച്ച MSCയുടെ അക്യുരേറ്റ കപ്പൽ വിട്ടു നൽകില്ല. കേരളത്തിന് ആശ്വാസം. ദുരിതാശ്വാസ സഹായമായി 153 കോടി 20 ലക്ഷം രൂപ അനുവദിച്ചു കേന്ദ്ര സർക്കാർ. പ്രളയ മണ്ണിടിച്ചിൽ ബാധിതമായ 6 സംസ്ഥാനങ്ങൾക്കായി 1066 കോടി രൂപ അനുവദിച്ചു. ഗുരുപൂർണിമ ആഘോഷിച്ച് രാജ്യം. ശിഷ്യരുടെ മനസ്സിൽ ആത്മശക്തി പ്രകാശിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാരെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് 4-ന് 213 റൺസ് എന്ന നിലയിൽ. നിതീഷ് കുമാർ റെഡ്ഡിക്ക് 2 വിക്കറ്റ്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യ A വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച് 3 മലയാളി താരങ്ങൾ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. ആദ്യം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കീമിന്റെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. പുതിയ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. കേരള സിലബസുകാർ പിന്നിലായി. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിലെ 21 കുട്ടികൾ മാത്രമായി. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, പറഞ്ഞ പോലെ തന്നെ 1ാം റാങ്കിലടക്കം വലിയ മാറ്റത്തോടു കൂടിയാണ് കീമിന്റെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇന്ന് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കോടതി വിധിക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നു. ആദ്യ 100 റാങ്കിൽ നേരത്തെ 41-ലധികം കുട്ടികളാണ് കേരള സിലബസിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 21 കുട്ടികളായി ചുരുങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ എടുത്തു പറയാനുള്ളത്? അമ്പിളി, തീർച്ചയായും ഏറ്റവും വിചിത്രമായ ഒരു സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ രീതിയിൽ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയിലാണ് ഈ രീതിയിൽ ഒരു വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മാസം 1-ാം തീയതി സർക്കാർ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ഇന്നിപ്പോൾ 10-ആണ്. 10 ദിവസം കഴിയുമ്പോൾ ആ റാങ്ക് പട്ടിക കോടതി വിധിക്കനുസരിച്ച് മാറ്റി പഴയ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ വന്നപ്പോൾ വലിയ രീതിയിലാണ് ആദ്യം 100 റാങ്കുകാരിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് 1-ാം റാങ്ക് നേടിയ കുട്ടി, ആ കുട്ടി ഇപ്പോൾ 7-ാം റാങ്കായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ 3-ാം റാങ്ക് നേടിയ കുട്ടി 8-ാം റാങ്കിലേക്ക് വന്നിരിക്കുന്നു.
7ാം റാങ്ക് നേടിയ കുട്ടി 13ാം റാങ്കിലേക്ക് വന്നിരിക്കുന്നു. ഈ എൻട്രൻസിന്റെ ഈ റാങ്ക് ലിസ്റ്റ് പട്ടിക, ഈ എൻട്രൻസ് കമ്മീഷണറുടെ റാങ്ക് പട്ടിക നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതിൽ കൃത്യമായി ഓൾഡ് റാങ്ക്, ന്യൂ റാങ്ക് എന്ന രീതിയിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഹയർ സെക്കൻഡറി കേരള സിലബസ് ആണ്, CBSE എന്നതും ഇപ്പോൾ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ആദ്യ 100 റാങ്കുകാർ ആദ്യ പട്ടികയിൽ 43 പേരും ഇപ്പോൾ പുതിയതായി പ്രസിദ്ധീകരിച്ചതിൽ കേരള സിലബസിലുള്ളവർ 21 പേർ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഈ സർക്കാർ ഈ രീതിയിൽ പുതിയൊരു പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞിരുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് കേരള സിലബസിലുള്ള കുട്ടികൾ, അതായത് 2011 ശേഷം ഫോളോ ചെയ്തപ്പോൾ കേരള സിലബസിലെ കുട്ടികൾ വല്ലാതെ അങ്ങ് കീം പരീക്ഷയിൽ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. CBSE പഠിച്ച കുട്ടികൾ മുൻപന്തിയിൽ വരുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കാൻ എന്ന രീതിയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്. പക്ഷെ ആ പരിഷ്കാരം സർക്കാർ പറഞ്ഞത് എന്തായിരുന്നു, അത് ശരിയായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ഈ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. കാരണം ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക ആദ്യ 100 കേരള സിലബസിൽ 43 പേർ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുതിയ റാങ്ക് പട്ടിക വന്നപ്പോൾ കേരള സിലബസിലുള്ള വെറും 21 പേരായി ചുരുങ്ങുന്ന ഒരു കാഴ്ച. പക്ഷേ അത് സർക്കാർ പറഞ്ഞത് നല്ലൊരു ഉദ്ദേശത്തിലാണ് സർക്കാർ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതെങ്കിലും അത് നടപ്പിലാക്കിയത് വളരെ വൈകിപ്പോയെന്നാണ്. ആ നടപ്പിലാക്കിയ രീതിയാണ് സർക്കാരിന് പിഴച്ചു പോയത്. അതായത് പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ടസിന് മാറ്റം വരുത്തി. അങ്ങനെ ഒരു പ്രോസ്പെക്ടസിന് മാറ്റം വരുത്തണമുണ്ടായിരുന്നെങ്കിൽ സർക്കാർ അത് ആദ്യമേ ചെയ്യാമായിരുന്നു. പക്ഷേ പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ടസിന് മാറ്റം വരുത്തിയപ്പോഴാണ് ഈ CBSE കുട്ടികൾ ഹൈക്കോടതിയിൽ പോയതും. അത് തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. കളി നടന്നതിന് ശേഷം കളിയുടെ രീതിയിൽ മാറ്റം വരുത്തിയത് എന്ത് കാര്യമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഇത് തിരുത്തിയത്. പക്ഷേ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾക്കുണ്ടായ ഒരു മാനസിക പ്രശ്നമാണ്. അതായത് 1ാം റാങ്കുകാരൻ 10 ദിവസം മുമ്പ് വരെ 1ാം റാങ്കുകാരനായിരുന്ന കുട്ടി ഇപ്പോൾ 7ാം റാങ്കിലേക്ക് പോകുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് 8ാം റാങ്കുകാരനായ കുട്ടി 185ാം റാങ്കുകാരനായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നതും. 8ാം റാങ്കിലായിരുന്നു 10 ദിവസം മുമ്പ് വരെ, ഇപ്പോൾ ആ കുട്ടി 185ലേക്ക് വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റമാണ് ആദ്യ 100 റാങ്കുകാരുടെ മാത്രം കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതും. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് കേരള സിലബസിലെ കുട്ടികൾക്കാണ്. സ്വാഭാവികമായി ഇവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെയും സർക്കാർ ഇവരെ കൈയ്യൊഴിയുകയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞത് അങ്ങനെ പരാതിയുള്ള കുട്ടികൾ സ്വാഭാവികമായും പുതിയ റാങ്ക് പട്ടിക വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും, അങ്ങനെ പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞ് സർക്കാർ കൈയ്യൊഴിയുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഭാവി, അതായത് ഈ റാങ്ക് പട്ടിക ഈ 10 ദിവസത്തിനുള്ളിൽ അവർ ഇതിനകം തന്നെ പല കോളേജുകളിലും ഓപ്ഷൻ നൽകിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പുതിയ റാങ്ക് പട്ടിക അനുസരിച്ച് ഇവർ ആഗ്രഹിക്കുന്ന കോളേജിലോ ഇവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് ഇവർക്ക് പ്രവേശനം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ഇനി ഈ കുട്ടികൾക്ക് നിയമപരമായി കേരള സിലബസിലെ കുട്ടികളാകും ഇനി കൂടുതൽ സഫർ ചെയ്യേണ്ടി വരിക. അവർ കോടതിയെ സമീപിക്കും. അങ്ങനെ വരുമ്പോൾ പോലും ഇവർക്ക് ഇനി സുപ്രീം കോടതിയെ മാത്രമേ സമീപിക്കാനും ഇനി നിയമപരമായി സാധ്യമാവുകയുള്ളൂ. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് ഇവർ സമീപിക്കുമ്പോൾ അതിലുണ്ടാകുന്നമായ കാലതാമസവും സമയപരിധി ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത് കുട്ടികളുടെ മാനസികമായ കുട്ടികളുടെ അവസ്ഥ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സോ കോളേജോ കിട്ടാതെ വരുന്ന സാഹചര്യം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ പുതിയ സിലബസ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പുതിയ റാങ്ക് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൽ സർക്കാരിന് പറയാം, സർക്കാർ ഹൈക്കോടതി എന്താണോ പറഞ്ഞത് അതനുസരിച്ചുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാരിന് കഴിയുക. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യത്തെ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, അതിനുശേഷം 10 ദിവസത്തിന് ശേഷം പുതുക്കിയ റാങ്ക് പട്ടികകൾ വരുമ്പോൾ ആദ്യ 100 പേരിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നു. ഇനി ഈ കുട്ടികൾ എന്താണ്, കുട്ടികളുടെ ഭാവി ഇനി എന്താകുമെന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആമ്പിളി ശരി, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കീമിന്റെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതിയ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. കേരള സിലബസുകാർ പിന്നിലായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിലെ 21 കുട്ടികൾ മാത്രമായി. നേരത്തെ 43 കുട്ടികളായിരുന്നു ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത്. ഇപ്പോൾ അതാണ് പിന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും എല്ലാം ഒരു ആശങ്കയ്ക്ക് താൽക്കാലിക പരിഹാരമായി എന്ന് തന്നെ പറയാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫില ഡിസൂസ. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചത്. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്നും കോടതി അറിയിച്ചു. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. അടിയന്തരമായി അപ്പീൽ നൽകി സ്റ്റേ ചോദിച്ച സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഇടപെടാനാവില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത വെയിറ്റേജ് മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഉൾപ്പെടുത്തിയ നടപടി നിയമപരമായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കി. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണോ പ്രോസ്പെക്ടസ് തിരുത്തേണ്ടതെന്ന ഹൈക്കോടതി ചോദ്യത്തിന് സർക്കാരിന് മറുപടി ഉണ്ടായില്ല. മാർക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. അമൃത ന്യൂസ്, കൊച്ചി.
ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി നേരിട്ടതോടെയാണ് കീം റാങ്ക് പട്ടിക പഴയ ഫോർമുലയിൽ തന്നെ സർക്കാർ പ്രസിദ്ധീകരിച്ചത്. കുട്ടികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയപരിധി കണക്കിലെടുത്ത് മേൽക്കോടതിയിൽ അപ്പീൽ പോകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു. ഏറെ വിവാദമുണ്ടാക്കിയ കീം റാങ്ക് പട്ടിക നിയമ പോരാട്ടത്തിനൊടുവിൽ പഴയ രീതിയിൽ വീണ്ടും പ്രസിദ്ധീകരിക്കാൻ സർക്കാരിന് തീരുമാനമെടുക്കേണ്ടി വന്നു. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി വെയിറ്റേജ് മാർക്ക് ഏകീകരണത്തിൽ പുതിയ ഫോർമുല സ്വീകരിച്ചത് എല്ലാ സിലബസിലെയും കുട്ടികൾക്കും ഒരേ പരിഗണന എന്ന ന്യായീകരണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. എന്നാൽ പരീക്ഷ തുടങ്ങിയ ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയ രീതിയിലാണ് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒരുപോലെ വിയോജിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും തിരിച്ചടിയുണ്ടായാൽ സർക്കാരിന് വലിയ ക്ഷീണമാകും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രവേശന നടപടികൾക്കുള്ള സമയപരിധി കണക്കിലെടുത്ത് ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് ഉൾച്ചേർന്നിട്ടുള്ളതാണ്. കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. അതേസമയം പുതുക്കിയ റാങ്ക് പട്ടികയിൽ ഉയർന്ന റാങ്കുകാരും താഴ്ന്ന റാങ്കുകാരും തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ. ഇത്തവണത്തെ കീം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ വൈകിയതുപോലും ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരം നിയമ പോരാട്ടത്തിന് വഴിയൊരുക്കിയതും ഒടുവിൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നതും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി മൂന്നാം ദിനവും സംഘർഷം. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ AISFന്റെ നേതൃത്വത്തിലും യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് DYFI, AIYF നേതൃത്വത്തിലും നടന്ന പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. അതേസമയം വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തി. വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. AISFന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് യൂണിവേഴ്സിറ്റിക്ക് അകത്തും DYFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുമാണ് ഒരേ സമയം മാർച്ച് നടത്തിയത്. AISF പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തു. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഗേറ്റിന് പുറത്ത് DYFI പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. 4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വൈസ് ചാൻസലറെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഇടത് സംഘടനകളുടെ തീരുമാനം. അതേസമയം യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കരുതെന്ന വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ഓഫീസിൽ പ്രവേശിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. KSU പ്രവർത്തകരും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാർച്ച് നടത്തി പ്രതിഷേധിച്ചു. പിണറായി ഗവർണർ കൂട്ടുകെട്ട് നടത്തുന്ന നാടകമാണ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നതെന്ന് KSU ആരോപിച്ചു. എന്നാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി തിരികെ ചുമതലയേറ്റെടുത്ത മോഹൻ കുന്നുമേൽ ഇന്നും യൂണിവേഴ്സിറ്റിയിൽ എത്തിയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ VC പോര് കടുക്കുന്നു. ഈ ഫയലുകൾ രജിസ്ട്രാർക്ക് സിൻഡിക്കേറ്റ് കൈമാറി. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഐഡിയും പുനഃസ്ഥാപിച്ചു. താൽക്കാലിക VC ഇൻചാർജ് ഡോക്ടർ സിസ തോമസ് സസ്പെൻഡ് ചെയ്ത ഐഡിയാണ് പുനഃസ്ഥാപിച്ചത്. രജിസ്ട്രാർക്ക് ഈ ഫയൽ ലഭ്യമാക്കുന്നത് തടയാനുള്ള നിർദ്ദേശം VC നേരത്തെ നൽകിയിരുന്നു. സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിദ്യാർത്ഥികളാണ് ബുദ്ധിമുട്ടിലാകുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കാര്യത്തിന്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ്. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. കഴിഞ്ഞ ദിവസം SFI കാട്ടിയ ആഭാസം എന്താണ്? ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായിരിക്കുക. പിന്നിലെ കിം പരീക്ഷാഫലം വന്നപ്പോൾ അത് റദ്ദ് ചെയ്തു ഹൈക്കോടതി. ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തൂ? ഗവർണർ വിഷയത്തിൽ SFI പ്രവർത്തകർ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ചാടിക്കടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ കടന്നെങ്കിലും പ്രധാന വാതിലിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പിന്നീട് പ്രവർത്തകർ നഗരത്തിൽ ദേശീയപാത ഉപരോധിച്ചു. തുടർന്ന് പോലീസ് SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി.
അടിയന്തരാവസ്ഥയെയും നെഹ്റു കുടുംബത്തിനെതിരെയും രൂക്ഷമായി വിമർശിച്ച ലേഖനവുമായി കോൺഗ്രസ് MP ശശി തരൂർ. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭീതിയിലേക്ക് നയിച്ചു എന്നാണ് തരൂർ വിമർശിക്കുന്നത്. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതകളായി എന്നും ലേഖനത്തിൽ പറയുന്നു. വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ് ശശി തരൂർ പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടത്തിയ ക്രൂരതകൾ എന്ന ലേഖനവുമായാണ് ശശി തരൂർ രംഗത്ത് വന്നത്. 21 മാസത്തോളമാണ് രാജ്യത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടതെന്നും രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിരാഗാന്ധി ശാഠ്യം പിടിച്ചുവെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും അന്ന് പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിൽ പറയുന്നു. 50 വർഷങ്ങൾക്കപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതകളായെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധീകരണ പരിപാടികൾ തിരിച്ചടിയായി. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാധിപത്യപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലെയുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി. ഒടുവിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും ജനം പുറത്താക്കി. ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ BJP ഇതിനെ പ്രധാന പ്രചരണായുധമാക്കി ഉപയോഗിക്കുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള ലേഖനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശശി തരൂരിന്റെ മുഖ്യമന്ത്രി മോഹത്തെ തള്ളി UDF നേതാക്കൾ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്. അതിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ലീഗ് മുന്നണിക്കൊപ്പമാണ്, വ്യക്തികൾക്കൊപ്പമല്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK സലാമിന്റെ മറുപടി. ചിലർ മനഃപൂർവ്വം സർവേ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആരൊക്കെയാണ് ഇതിനു പിന്നിലെന്ന് കണ്ടെത്തണം. സർവേക്ക് യാതൊരു ആധികാരികതയുമില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് വ്യക്തമാക്കിയ അടൂർ പ്രകാശ് മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമായി. UDF അധികാരത്തിൽ വന്നാൽ UDF നോമിനി മുഖ്യമന്ത്രിയാകുമെന്ന് K മുരളീധരൻ പറഞ്ഞു. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാകും. വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, അദ്ദേഹം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കാണ്. നമുക്ക് ആവശ്യം കേരളത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അല്ല, വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ, നമുക്ക് കേരളത്തിന്റെ കാര്യം നോക്കിയാൽ മതി. സർവേയെ പരിഹസിച്ചാണ് മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതാവ് MM ഹസൻ രംഗത്തെത്തിയത്. ഏത് ഏജൻസിയാണ് സർവേ നടത്തിയതെന്ന് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയാകാനുള്ള സർവേ നടത്തിയാലും ശശി തരൂരിന്റെ പേര് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും. ഒരു സംശയമില്ല. കാരണം അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും പ്രമുഖരായിട്ട് നേതാവാണ്. അത് അത്തരം ഒരു സർവേയുടെ ഫലം പുറപ്പെടുവിക്കുന്നത് ആ ഏജൻസി ആയാൽ അതിൽ നമുക്ക് വിശ്വാസം കൂടും. തരൂർ വിഷയത്തിൽ ലീഗ് മുന്നണിക്കൊപ്പമാണ്, വ്യക്തികൾക്കൊപ്പമല്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM സലാമിന്റെ നിലപാട്. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ലീഗ്, വ്യക്തികളുടെ കൂടെയല്ല. സർവേകൾ ധാരാളം വരും, പല രൂപത്തിലും കോലത്തിലും ഒക്കെ വരും. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. സർവേകൾ ഉണ്ടാക്കിവിടുന്നത് BJP കേന്ദ്രങ്ങളാണെന്നും തരൂർ അതിൽ പ്രതികരിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDFിലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. മുഖ്യമന്ത്രിയാകാൻ തനിക്ക് പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട് ശശി തരൂർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സർവേ റിപ്പോർട്ടിനെതിരെയായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. അമൃത ന്യൂസ്, കൊച്ചി. ശശി തരൂരിന്റെ ലേഖനത്തെക്കുറിച്ച് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്.
ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം, ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് അഭിപ്രായമുണ്ട്. ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷേ പറയുന്നില്ല. ഞാൻ പറയില്ല, ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയും. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തോട് തീരുമാനമെടുത്ത് പറയേണ്ടത്. ശശി തരൂരിനെ പരിഹസിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ യോഗ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് അദ്ദേഹം പറയുന്നു, മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ച് ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാവുകയാണ് എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ശശി തരൂരിൻ്റെ പോസ്റ്റിനെ പറ്റി എന്താ ഞാൻ പറയേണ്ടത്? അദ്ദേഹത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ആർക്കും അറിയില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തതയില്ല. ഒരു ഭാഗത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും യോഗ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറയുന്നു, മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള യാത്രയുടെ ആ തിരക്കഥ പൂർത്തിയാവുകയാണ്. കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ട 9,531 കോടി രൂപ ഭീമമായ തുകയെന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു. സ്വീകാര്യമായ തുക അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കപ്പൽ അപകടത്തിൽ 9,531 കോടി രൂപ ഇന്ന് കെട്ടിവെക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ ഇത് ഭീമമായ തുകയാണെന്നും ഇത്രയും തുക കെട്ടിവെക്കാനാവില്ലെന്നുമായിരുന്നു കപ്പൽ കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചത്. എങ്കിൽ സ്വീകാര്യമായ തുക എത്രയെന്ന് അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം. തുക കെട്ടിവെക്കുന്നതുവരെ MSC കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് തടഞ്ഞു വച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തുറമുഖത്ത് കപ്പൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചത്. MSC എൽസ കപ്പൽ അപകടത്തിൽ സംസ്ഥാനത്തുണ്ടായ പാരിസ്ഥിതിക നഷ്ടവും മത്സ്യസമ്പത്തിലുണ്ടായ നഷ്ടവും കപ്പലിൽ നിന്നും കടൽത്തീരത്തടിഞ്ഞ കണ്ടെയ്നർ മാലിന്യങ്ങളുടെ പരിപാലനവും അതിൽ സർക്കാരിനുണ്ടായ നഷ്ടവും ചേർത്താണ് സംസ്ഥാന സർക്കാർ അഡ്മിറാൽറ്റി സ്യൂട്ടിൽ 9,531 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. തുക കുറയ്ക്കണമെന്ന കപ്പൽ കമ്പനിയുടെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല. എങ്കിലും സ്വീകാര്യമായ തുക എത്രയാണെന്നാണ് അറിയിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ദേവസ്വം ബോർഡിൽ സ്ഥിരമായി ജോലി നൽകാനും തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകും. ദേവസ്വം ബോർഡിൽ ബിന്ദുവിന്റെ മകൻ നവനീതിന് സ്ഥിരം ജോലി നൽകുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇന്നത്തെ ക്യാബിനറ്റ് സ്ഥിരമായ ഒരു ജോലി മകന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. 3, കുടുംബത്തിനൊരു ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ ധനസഹായം 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ചു. ആ വീട് പണി പൂർത്തിയാകാതെ നിൽക്കുകയായിരുന്നു. അതിന് സംസ്ഥാന ഗവൺമെൻറ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അത് കൊടുക്കാൻ തീരുമാനിച്ചു. സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തരുന്നുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. മകൾ നവമിയുടെ ചികിത്സയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അതിന് വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നും വിശ്രുതൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്നു വീണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരണപ്പെട്ടത്. സംഭവം നടന്ന് ഒരാഴ്ച മാത്രം പിന്നിടുമ്പോഴാണ് സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള സഹായം പ്രഖ്യാപിച്ചത്. അതേസമയം അപകടം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനിയും വൈകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോട്ടയം. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിന് 153 കോടി 20 ലക്ഷം രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാ സാഹചര്യങ്ങളിലും മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രളയ ഫണ്ട് പ്രഖ്യാപനത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു. പ്രളയ മണ്ണിടിച്ചിൽ ബാധിത സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ധനസഹായമായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പ്രകൃതി ദുരന്തമുണ്ടായ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. 6 സംസ്ഥാനങ്ങൾക്കായി 1066.80 കോടിയാണ് ആകെ അനുവദിച്ചത്. അസമിന് 375.60 കോടി രൂപയും, മണിപ്പൂരിന് 29.20 കോടി രൂപയും, മേഘാലയയ്ക്ക് 30.40 കോടി രൂപയും, മിസോറാമിന് 22.80 കോടി രൂപയും, ഉത്തരാഖണ്ഡിന് 455.60 കോടി രൂപയും,
കേരളത്തിന് 153.20 കോടി രൂപയും എന്നിങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്. എല്ലാ സാഹചര്യങ്ങളിലും മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രളയ ഫണ്ട് പ്രഖ്യാപനത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്യത്ത് ഗുരുപൂർണിമ വിപുലമായി ആഘോഷിച്ചു. വ്യാസജയന്തിയോടനുബന്ധിച്ചാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ എല്ലാ ജനങ്ങൾക്കും ഗുരുപൂർണിമ ആശംസകൾ നേർന്നിരുന്നു. അറിവ് പകർന്നവരോടുള്ള ആദരത്തിന്റെ ദിവസമാണ് ഗുരുപൂർണിമ. ആഷാഢമാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. വ്യാസപൂർണിമയായും ഈ ദിനം ആഘോഷിക്കുന്നു. ശിഷ്യരുടെ മനസ്സിൽ ആത്മശക്തി പ്രകാശിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാരെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അമൃതപുരിയിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ഗുരുവിന്റെ പാദങ്ങളിൽ ശിഷ്യൻ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഗുരുപൂർണിമ. നേടിയവനെ കൊടുക്കാൻ കഴിയൂ, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയൂ, അതാണ് ഗുരു ചെയ്യുന്നതെന്നും അമ്മ ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ജന്മജന്മാന്തര ബന്ധനങ്ങളെ അറക്കുന്ന ഗുരുവിൻ്റെ പാദത്തിൽ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ ശിഷ്യൻ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഗുരുപൂർണമി. ഗുരു ഒരേ സമയം പ്രേമത്തിൻ്റെ ചന്ദ്രനും ജ്ഞാനത്തിൻ്റെ സൂര്യനുമാണ്. പൂന്നുല പോലെ കുളിർമയും ആനന്ദവും പകർന്ന് ശിഷ്യരുടെ ദുഃഖങ്ങളിൽ അകറ്റുന്നുണ്ട് ഗുരു പ്രേമചന്ദ്രനാണ്. അജ്ഞാനത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും തിന്മകളെയും ഇല്ലാതാക്കുന്നുണ്ട് ഗുരു ജ്ഞാനസൂര്യനാണ്. ഗുരുപൂർണിമ എന്നത് യഥാർത്ഥത്തിൽ പാദപൂജയോ ചടങ്ങുകളോ അല്ല. സമർപ്പിതമായ ശിഷ്യന്റെ മനസ്സിലാണ് ഗുരുപൂർണിമ പ്രകാശിക്കുന്നത്. ഗുരു എന്നും എപ്പോഴും പൂർണിമ തന്നെയാണ്. കാരണം ഗുരുവിൽ അജ്ഞാനത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അന്ധകാരമില്ല. ശിഷ്യ മനസ്സുകളിലെ അന്ധകാരത്തെ അകറ്റുന്ന, എല്ലാവരിലും നന്മ ചൊരിയുന്ന ആത്മചന്ദ്രനാണ് ഗുരു. ശിഷ്യന്റെ മനസ്സിൽ അതനുസരിച്ചുള്ള ഭാവവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ പൂർണിമ അവന് അനുഭവപ്പെടുകയുള്ളൂ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്നും അമരത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോടുള്ള ശിഷ്യന്റെ കടപ്പാട് ഒരിക്കലും തീരുന്നതല്ല. നേടിയവനെ കൊടുക്കാൻ കഴിയൂ, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയൂ, ശാന്തി അനുഭവിച്ചവനെ ശാന്തി പകരാൻ കഴിയും. ഒരുവൻ എത്ര വലിയ തപസ്യാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പൂർണ്ണത കൈവരണമെങ്കിൽ പൂർണ്ണനായ ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം. എല്ലാ ആഗ്രഹവും തീർന്നവരാണ് ഗുരുക്കന്മാർ. എങ്കിലും കാരുണ്യത്താൽ അവർ സംസാര ദുഃഖത്താൽ കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനായി സ്വയം സമർപ്പിക്കുന്നു. മുക്തനാവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന ശിഷ്യഹൃദയവും അതിനോട് കാരുണ്യപൂർവ്വം പ്രതികരിക്കുന്ന ഗുരുഹൃദയവും ഒത്തുചേരണം. നമ്മൾ പറയാറുണ്ടല്ലോ, അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല, ജീവിതം ഒരു നീർക്കുമ്പള പോലാണ്. ഏത് നിമിഷത്ത് പൊട്ട. അപ്പൊ ഈ നിമിഷത്തെ വേഗമാണ് നമ്മുടെ ചെറിയ ആയുസ്. നമ്മൾ എന്തിനു വന്നു എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ആ ബോധത്തിൽ ജീവിക്കുവാനും ഈ ജന്മത്തിന്റെ ലക്ഷ്യം നേടുവാനും നമുക്ക് കഴിയട്ടെ. മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഭക്തിസാന്ദ്രമായി അമൃതപുരിയിൽ ഗുരുപൂർണിമ ദിന ആഘോഷങ്ങൾ നടന്നു. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അമൃതപുരിയിലെത്തിയത്. ോളം സന്യാസിനിമാരുടെയും ബ്രഹ്മചാരിണിമാരുടെയും കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടെയും ഗുരുഹോമത്തോടെയുമാണ് അമൃതപുരിയിലെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ ആരംഭിച്ചത്. അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിലെ പ്രാർത്ഥനാ ഹാളിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോട് ശിഷ്യനുള്ള കടപ്പാട് ഒരിക്കലും തീരുന്നതല്ല. സമർപ്പിതമായ ശിഷ്യ മനസ്സിലാണ് ഗുരുപൂർണിമ പ്രകാശിക്കുന്നതെന്നും എല്ലാ മക്കളിലും അമ്മ ഗുരുവിനെ കാണുന്നുണ്ടെന്നും ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. മാനസികവും ശാരീരികവുമായ ഉണർവിനായി ധ്യാനം പരിശീലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ അമ്മ അമൃതപുരിയിൽ ഒത്തുകൂടിയവരെ ധ്യാനം പരിശീലിപ്പിച്ചു. ആത്മീയതയിൽ അലിഞ്ഞുചേരുന്ന അമ്മയുടെ ഭജന
അമൃതപുരിയെ ആനന്ദ നിർവൃതിയിൽ എത്തിച്ചു. ഒരു സദ്ഗുരുവിനെ വെറും വിശകലനങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ഗുരുവിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ധാരണയെങ്കിലും നേടുന്നതിന് ആഴത്തിലുള്ള നിരീക്ഷണവും ധ്യാനവും ആവശ്യമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. നമ്മൾ ഗുരുവുമായി ഇണങ്ങിച്ചേരുമ്പോഴാണ് നമ്മുടെ ഹൃദയം അമ്മയുടെ ഓരോ ചലനത്തെയും മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Essence of spirituality, the Sadguru, cannot be understood through mere thinking. To gain at least a basic understanding of them, one needs deep observation and meditation. And then, when you attune yourself with the Guru, with the Guru's being, then your heart decodes every single movement of Amma. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ അമൃത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഭാരതീയ നിയമവിജ്ഞാനീയം എന്ന പുസ്തകം അമ്മ പ്രകാശനം ചെയ്തു. തുടർന്ന് നൂറുകണക്കിന് സംഗീതജ്ഞരും വാദ്യകലാകാരന്മാരും അണിനിരന്ന നാദോപാസനയും കലാപരിപാടികളും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.